മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും പണി ഇരന്നുവാകുകയാണോ? ആദ്യം മുഖ്യമന്ത്രി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടും ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് മകൾ എക്സാലോജിക് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രിക്ക് വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോഴത്തെ അടുത്ത കുരുക്ക്, മാസപ്പടിയിൽ KSIDC വിശദീകരണം നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. വിശദീകരണം തേടിയ നോട്ടീസ് അവഗണിച്ചു. KSIDCയുടെ നിശബ്ദത ദുരൂഹത ഉണർത്തുന്നുവെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിന് എന്ത് മറുപടി പിണറായി സർക്കാർ നൽകും? നിലവിൽ തന്നെ പലതിനും കൃത്യമായി രേഖകൾ കൊടുക്കേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്. തൽക്കാലം അറസ്റ്റിൽ നിന്നും ആശ്വാസമുണ്ടെങ്കിലും വരും ദിവസങ്ങൾ ചോദ്യങ്ങളുടേതാണെന്ന് ഇപ്പോൾ വീണ്ടും വ്യക്തമാവുകയാണ്. കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും CPM-നും എളുപ്പമായിരിക്കില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ കൊടുക്കേണ്ടി വരും. തൽക്കാലം അറസ്റ്റ് ഇല്ലെങ്കിലും അന്വേഷണവുമായി SFIO മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ രേഖകൾ വീണ വിജയന് കൈമാറേണ്ടി വരും. ഏതായാലും കർണാടക, കേരള ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഏതായാലും വീണയ്ക്ക് തിരിച്ചടി തന്നെയാണ്. അന്വേഷണത്തിന് സ്റ്റേ ഇല്ല, മുഴുവൻ രേഖകളും നൽകേണ്ടി വരും. തന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി. SFIO ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാനും ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് ഉത്തരവിട്ടു. വിശദമായ വാദം കേൾക്കാൻ കോടതി ഹർജി മാറ്റിവെച്ചു. കരിമണൽ കമ്പനിയായ CMRL-ൽ നിന്ന് മാസപ്പടി വാങ്ങിയതുൾപ്പെടെയുള്ള ഇടപാടുകളാണ് SFIO അന്വേഷിക്കുന്നത്. CMRL എക്സാലോജിക്കിന് 1.25 കോടിയോളം രൂപ കൊടുത്തെന്നും ഇതിന് പകരമായി CMRL-ന് എക്സാലോജിക്ക് സേവനമൊന്നും നൽകിയിട്ടില്ലെന്നും SFIO കോടതിയിൽ വ്യക്തമാക്കി. ഇടനിലക്കാരായ രാഷ്ട്രീയക്കാർക്ക് CMRL 135 കോടി നൽകി. വീണയുടെ ഹർജിയിൽ SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവയാണ് എതിർകക്ഷികൾ. കേസിൽ അന്തിമ വിധി വരും വരെ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അറസ്റ്റിന് ഉദ്ദേശമില്ലെന്നും തൽക്കാലം നോട്ടീസ് നൽകുമെന്നും കോടതിയിൽ SFIO പറഞ്ഞു. അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ആവശ്യം തള്ളിയ കോടതി അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് കൂട്ടിച്ചേർത്തു. CMRL-ഉം എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട വീണയ്ക്ക് SFIO കഴിഞ്ഞ ദിവസം സമൻസ് നൽകിയിരുന്നു. നേരത്തെ CMRL-ലും KSIDC-ലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും കൊടുത്തത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ SFIO ആവശ്യപ്പെട്ടു. ഏതായാലും എക്സാലോജിക്കിനെതിരെ ഉടൻ നടപടിയില്ലെങ്കിലും വരും ദിവസങ്ങൾ ചോദ്യങ്ങളുടേതായിരിക്കും. SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകണമെന്ന കർണാടക ഹൈക്കോടതി പറഞ്ഞതോടെ വിധി പറയാൻ ഹർജി മാറ്റിയതോടെ ചോദ്യങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും രേഖകൾ ഹാജരാക്കാൻ സാവകാശം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എക്സാലോജിക്കിന് കോടതി ഫെബ്രുവരി 15 വരെ സമയം നൽകി. എക്സാലോജിക്കിന്റെ ആസ്ഥാനം ബംഗളൂരുവിൽ ആയതിനാലാണ് കമ്പനി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. SFIO ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർകക്ഷികൾ. കഴിഞ്ഞ ദിവസം ആലുവയിലെ CMRL ഓഫീസിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ KSIDC-ലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. CMRL-ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്ന് SFIO അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതിനിടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും SFIയുടെയും അന്വേഷണം ഒരുമിച്ച് നടക്കുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്നും ചട്ടവിരുദ്ധമാണെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഏതായാലും SFIO അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ് വീണ വിജയനോട് കർണാടക ഹൈക്കോടതിയും പറഞ്ഞത്. ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിൽ നിന്ന് SFIO കോടതി വിലക്കിയിട്ടുണ്ട്. കമ്പനികാര്യ നിയമത്തിന്റെ 201-ാം വകുപ്പ് പ്രകാരം എക്സാലോജിക്കിനെതിരെ കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതേ നിയമത്തിന്റെ 212-ാം വകുപ്പ് അനുസരിച്ചാണ് SFIO അന്വേഷണം തുടങ്ങിയത്. നിയമപരമായി നിലനിൽക്കില്ലെന്ന വാദമാണ് വീണ വിജയൻ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ കമ്പനി രജിസ്ട്രാർ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമാണ് SFIO എന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് കോടതിയെ അറിയിച്ചു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണമടക്കം നേരിട്ട കമ്പനിയാണ് എക്സാലോജിക്ക്. ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനടക്കം കമ്പനി രജിസ്ട്രാർക്ക് പരിമിതികളുണ്ട്. അതിനാലാണ് SFIO അന്വേഷണമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതി അറിയിച്ചു. വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിയുടെ അന്വേഷണം തുടങ്ങിയത് അറിയിച്ചില്ലെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും വീണയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്താർ കോടതിയിൽ പറഞ്ഞു. പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നതെന്നും വീണയുടെ രേഖകൾ ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും SFIO നിലപാടെടുത്തു. ഈ സമയമാണ് വിധി പറയുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശം നൽകിയത്. മറുപടി നൽകാൻ വീണ ഇതിനകം സമയം തേടിയത് കോടതി കണക്കിലെടുത്തു. നോട്ടീസിന് മറുപടി നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും വീണയോട് കോടതി നിർദ്ദേശിച്ചത് ഇതും കൂടി പരിഗണിച്ചാണ്.